നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇവിടെ പ്രോബ്ലംസ് പേടിയുണ്ടോ? ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് പേടിയുണ്ട് സാറേ. ഞങ്ങൾക്ക് പ്രോബ്ലംസ് കാണുമ്പോൾ തന്നെ തലയിറക്കം വരുന്നു, ഞങ്ങൾ ചെയ്യത്തില്ല, ബാക്കി എന്ത് ചെയ്താലും ഞങ്ങൾ പ്രോബ്ലംസ് ചെയ്തില്ല എന്നുള്ള വാശിയാണ്. ഇത് നമുക്കറിയാം. സെക്കൻഡ് ഇയർ ഫിസിക്സിനകത്ത് AC, റയോപ്റ്റിക്സ്, ഇലക്ട്രിക് ചാർജസ്, മാഗ്നറ്റിക്സ്, തല പെരുക്കുന്നു എന്നൊക്കെ പറയും. നിങ്ങൾ കമൻസ് ഇട്ടോ കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്തോണം, ഒരു നോട്ട്ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. നോട്ട്ബുക്ക് ആണെങ്കിൽ ഏറ്റവും നല്ല, അതിനകത്ത് പിന്നീട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ PDF നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. നോട്ട്ബുക്ക് എടുക്കണം, ഒരു പെൻസിൽ എടുക്കണം, പെൻസിലോ പേന എടുക്കുക. 2 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ പേന കിട്ടും. പേന കിട്ടുക. ഈ ക്വസ്റ്റ്യൻ ഞാനിത് പറയുന്ന പോലെ നിങ്ങൾ എഴുതി പഠിക്കുക, ഇക്വേഷൻസും പഠിക്കുക. ഒറ്റ മാർക്ക് പ്രോബ്ലത്തിന് കിട്ടത്തില്ല, പ്രോബ്ലത്തിന് പോത്തില്ല എന്ന് ഉറപ്പ് പറയുന്നു. ഒറ്റ മാർക്ക് പ്രോബ്ലത്തിന് നിങ്ങൾക്ക് പോത്തില്ല 100%. മെയിനായിട്ടുള്ള എല്ലാ AC-യുടെ, ഇലക്ട്രിക് ചാർജസ്, കപ്പാസിറ്റൻസിൻ്റെ, റയോപ്റ്റിക്സിനകത്ത് എല്ലാത്തിൻ്റെയും മെയിൻ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ ഒറ്റ വീഡിയോ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യും. അന്നേരം മറക്കരുത്, ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഒരുമാതിരിപ്പെട്ട ഇക്വേഷൻസ് എല്ലാം കവർ ചെയ്യും. നമുക്കൊരു ഒരു പോസിറ്റീവ്, നമ്മൾ ഇനി പ്രോബ്ലം ചെയ്തിരിക്കും എന്നുള്ള പോസിറ്റീവ്. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. അന്നേരം നമുക്ക് തുടങ്ങാം. ആരംഭിക്കില്ലാമ. ഓക്കെ. അന്നേരം ബുക്കും ഇതൊക്കെ നിങ്ങൾ വെച്ചോണ്ട്, ഒരു ബുക്കും പേനയൊക്കെ വെച്ചോണ്ട് എൻ്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോകും. നിങ്ങളുടെ കാൽക്കുലേറ്ററൊക്കെ വെച്ച് ഫൈനൽ ഇക്വേഷൻ ഒക്കെ നോക്കുക. ചില ഇക്വേഷൻ ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കറക്റ്റ് ചെയ്തേക്കുക. യൂണിറ്റ് എഴുതാൻ മറക്കരുത് പ്രോബ്ലത്തിൽ. ഇതൊക്കെ ആദ്യമേ ശ്രദ്ധിച്ചോണം. അന്നേരം നമുക്ക് തുടങ്ങാം. എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരീസ് എ കറന്റ് ഓഫ് 35 ആംപിയർ. What is the magnitude of magnetic field at a point 20 centimeter from the wire? ഇത് ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ ആണ്. ക്യാരീസ് എ കറന്റ് ഓഫ് 35 ആംപിയർ. എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരീസ് എ കറന്റ് ഓഫ് 35 ആംപിയർ എന്ന് പറയുന്നത് കറണ്ട് ആണ്, I ആണ്. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ്, ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് എ പോയിന്റ് 20 സെന്റിമീറ്റർ ഫ്രം ദി വയർ. ഡിസ്റ്റൻസ് ആണല്ലോ 20 സെന്റിമീറ്റർ. തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ എഴുതിയോട്ടെ. ഇപ്പം ഞാനോട് ക്യാപിറ്റൽ I എന്ന് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സ്മോൾ I എഴുതിയാലും മതി 35 ആംപിയർ. സ്മോൾ എക്സോ സ്മോൾ A ഒക്കെ എഴുതിയാൽ മതി 20 സെന്റിമീറ്റർ. എപ്പോഴും നമ്മൾ ഫിസിക്സിൽ ശ്രദ്ധിക്കേണ്ടത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻² മീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻³ മീറ്റർ ആണ്. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന കൺവേർഷനിൽ, സിമ്പിൾ കൺവേർഷൻ. പക്ഷെ നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. അന്നേരം I എന്ന് പറയുന്നത് 35 ആംപിയറും X എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കിയ 20 × 10⁻² മീറ്റർ. ഇത് NCERT-ക്കകത്ത് കിടക്കുന്ന പ്രോബ്ലം ആണ്. പക്ഷെ ഇത് ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ബയോട്ട് സാവാർട്സ് പണ്ട് 2 ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം 2 ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിച്ചാൽ മതി, ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ഇക്വേഷൻ പഠിക്കണം. ആ ഇക്വേഷൻ ആണ് ഏതാണ്ട് ഇത്. B is equal to μ0/4π × 2I/x. ഓക്കെ. ഇനി μ0യുടെ വാല്യൂ നമ്മൾ കാണാൻ പഠിക്കുന്നതാണ് 4π × 10⁻⁻7 ന്യൂട്ടൺ ആംപിയർ (2). 4π × 10⁻⁻7 ന്യൂട്ടൺ ആംപിയർ (2). എന്നിട്ട് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. B is equal to μ0ക്ക് വരെ എന്ത് കൊടുക്കുക അവിടെ 4π × 10⁻⁻7 4π × 2 × I ക്ക് പകരം 35 X-ന് പകരം 20 × 10⁻². നിങ്ങളത് ചെയ്യുമ്പോൾ ഇവിടെ 4πയും 4π ഒക്കെ ക്യാൻസൽ ആകും. ലാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം B is equal to, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതല്ല ഫൈനൽ ഉത്തരം. ചിലപ്പം മിസ്റ്റേക്ക് ഒക്കെ കുറേ ഉണ്ടാകാം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഉറപ്പായിട്ടും കാൽക്കുലേറ്റർ യൂസ് ചെയ്യണേ. 3.5 × 10⁻⁵. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ് ടെസ്ല. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്. ഇപ്പം നമ്മൾ ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ, കറണ്ടിന്റെ ആംബിയർ, കപ്പാസിറ്റൻസിന്റെ ഫാരഡ് എന്ന് പറയുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ടെസ്ല. അന്നേരം ഈ ഇക്വേഷൻ നമ്മൾ എഴുതി മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം നല്ല കൃത്യവും വ്യക്തമായിട്ട് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാൻ നല്ല രസമാവും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങ് എടുക്കണം കേട്ടോ. അന്നേരം അടുത്ത ദിവസം എ ഹൊറിസോണ്ടൽ, ഇതൊക്കെ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ ഹൊറിസോണ്ടൽ പവർ ലൈൻ ക്യാരീസ് എ കറന്റ് ഓഫ് 90 ആംപിയർ ഇൻ ആൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ.
വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറന്റ് 1.5 മീറ്റർ ബിലോ ദി ലൈൻ. ഹൊറിസോണ്ടൽ പവർ ലൈൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ട്രാൻസ്ഫോമറോ പോസ്റ്റോ ആയിട്ടൊക്കെ കരുതിയാൽ മതി. അത് ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നിട്ടുണ്ടല്ലോ, സ്മോൾ ഐ 90 ആംപിയർ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്, സെന്റിമീറ്റർ അല്ല. മീറ്റർ തന്നാൽ പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം മാഗ്നറ്റിക് ഫീൽഡ്. ഇതേ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0/4π ഇൻറ്റു നിങ്ങൾ സ്മോൾ ഐ ആക്കണേ, സ്മോൾ എക്സും ആക്കണം, 2I/x. മ്യൂ 0യുടെ വാല്യൂ എന്തോ കണ്ടോ, രണ്ടു വട്ടം ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് പഠിക്കും. 4π × 10⁻⁻⁷ ന്യൂട്ടൺ ആംപിയർ (2). അന്നേരം ബി ഈസ് ഈക്വൽ ടു മ്യൂ 0ക്ക് പകരം കൊടുക്കാം 4π × 10⁻⁷/4π ഇൻറ്റു 2 ഇൻറ്റു ഐക്ക് പകരം 90/1.5. 4πയും 4πയും ക്യാൻസൽ. അന്നേരം നമുക്ക് ലാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1.2 ഇൻറ്റു 10⁻⁻5. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ് മറക്കരുത്, ഇനി ടെസ്ല. ക്ലിയർ ആണേ? ഇനി ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡേ കണ്ടുപിടിച്ചുള്ളൂ, ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. എന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. നാണ്ടേ ഇവിടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചാൽ മതി, സൗത്ത് ആണ് ഉത്തരം. വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ നോർത്ത് ആണ്. നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ ഈസ്റ്റ് ആണ്. സൗത്ത് ടു നോർത്ത് ആണെങ്കിൽ വെസ്റ്റ് ആണ്. ഇങ്ങനെ അങ്ങ് പഠിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഒക്കെ പഠിച്ച് തെറ്റിക്കുന്നതിനേക്കാട്ട് നല്ലത് ഇതായിരിക്കും എളുപ്പം. അന്നേരം ആൻസർ ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ദി ഡയറക്ഷൻ ഈസ് ടുവേഴ്സ് സൗത്ത് എന്ന് എഴുതിയാൽ മതി. അന്നേരം ഇതൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അന്നേരം 2 പ്രോബ്ലം ഒരേ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0/4π ഇൻറ്റു 2I/x. പലരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഇക്വേഷൻ കേൾക്കുന്നത് തന്നെ കേട്ടോ, എൻസിആർടിക്കകത്തുണ്ട് കേട്ടോ. അടുത്തത് കൺസിഡർ എ ടൈറ്റ്ലി വൗണ്ട് 100 ടേൺ TURN ആണ്, ടേൺ കോയിൽ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ക്യാരിങ് എ കറണ്ട് ഓഫ് 1 ആംപിയർ. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി കോയിൽ? അന്നേരം അവിടെയും ഐ തന്നിട്ടുണ്ട്, 1 ആംപിയർ, സ്മോൾ ഐ ആണ് 1 ആംപിയർ. എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് ആണ് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ ഇനിയും വളരെ എളുപ്പമാണല്ലോ, 10 × 10⁻⁻2 മീറ്റർ. എൻ എന്ന് പറയുന്നത് 100 ടേൺസ് ആണ്. ഇനി വാട്ട് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി കോയിൽ? ഇത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ പറയാം. ബയോട്ട്-സാവാർട്സ് ലോ ഇല്ലേ, ബയോട്ട്-സാവാർട്സ് ലോയുടെ സെന്റർ ഓഫ് ദി സർക്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് ഇക്വേഷൻ ആണ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0I/2 എന്നാണ്. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ മ്യൂ 0NI/2A. മ്യൂ 0യുടെ വാല്യൂ ആണ് 4π × 10⁻⁻7 ന്യൂട്ടൺ ആംപിയർ (2). അന്നേരം പറഞ്ഞ ബി ഈസ് ഈക്വൽ ടു 4π × 10⁻⁻7. മ്യൂ 0ക്ക് പകരം 4π × 10⁻⁻7, എന്നിന് പകരം 100, ഐക്ക് പകരം 1/2A. എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് കേട്ടോ. A ഈസ് ഈക്വൽ ടു 10 × 10⁻². എക്സും എയും ഒക്കെ ഡിസ്റ്റൻസ് തന്നെയാണ്, 10 × 10⁻². ഇത് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടും, ഒരു സൈഡെല്ലാം ഇങ്ങനെ എഴുതി പോകണം, ഈക്വൽ ഇട്ട് പോകരുതേ. 6.28 × 10⁻⁻4. ഇപ്പം നിങ്ങൾക്ക് യൂണിറ്റ് കാണാപ്പാടമാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അന്നേരം ഈ ഇക്വേഷൻ എപ്പോഴും നോട്ട് ചെയ്തേക്കണം. ബി ഈസ് ഈക്വൽ, അടുത്ത ഇക്വേഷൻ പഠിച്ചു, ബി ഈസ് ഈക്വൽ മ്യൂ 0NI/2A. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് തന്നില്ലെങ്കിൽ ബി ഈസ് ഈക്വൽ മ്യൂ 0I/2A. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടില്ലെങ്കിൽ ഈ 2 ഇക്വേഷൻ പഠിച്ചോണം. ക്ലിയർ? അടുത്ത എ സർക്കുലർ കോയിൽ ഓഫ് 120 ടേൺസ് has a radius 18 centimeter and carries a current of 3 ampere. What is the magnetic field at the center of the coil? മറ്റേത് കൂട്ട് തന്നെ, സെന്റർ ഓഫ് ദി കോയിൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അടുത്തത് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ദി കോയിൽ. ഇതൊക്കെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഐ സ്മോൾ ഐ ആയിട്ട് എടുത്തു, 3 ആംപിയർ, എക്സ് 18 സെന്റിമീറ്റർ. അതിന് നമുക്ക് മീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ 18 × 10⁻⁻2 മീറ്റർ. ടേൺസ് എൻ എന്ന് പറയുന്നത് 120 ടേൺസ് ആണ്. സെന്റർ ഓഫ് ദി കോയിൽ ഇക്വേഷൻ എന്തോടെ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0NI/2A. അത് നിങ്ങൾ ചെയ്യുമ്പം എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു മ്യൂ 0ക്ക് വരും 4π × 10⁻⁷ ഇൻറ്റു
എൻ എന്ന് പറയുന്നത് സ്മോൾ എൻ എന്ന് പറയുന്നത് 120 ഇൻറ്റു ഐ എന്ന് പറയുന്നത് എത്ര 3/2 ഇൻറ്റു എ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 18 ഇൻറ്റു 10⁻². നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്നും കറക്റ്റ് ആകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇതിനകത്ത് എററൊക്കെ വരാം. 125.6 ഇൻറ്റു 10⁻⁵ ടെസ്ല. ഇത് ഒരെണ്ണേ ആയുള്ളൂ. ഈ രണ്ടാമത്തെ ചെയ്യുന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം. അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ദി കോയിൽ. അത് നമുക്ക് നോക്കാം. ഇതാണ്ടേ ആ സർക്കുലർ ലൂപ്പിന്റെ മെയിൻ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു μ0 ni a² 2 ഇൻറ്റു x² + a² ദി ഹോൾ റേസ് ടു 3/2. എന്നിട്ട് നമുക്ക് ചെയ്യാം. ബി ഈസ് ഈക്വൽ ടു μ0ക്ക് പകരം 4π ഇൻറ്റു 10⁻⁻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 ⁻
ഐ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, ഇൻറ്റു 3 ഇൻറ്റു എ സ്ക്വയറിന് പകരം 18 ഇൻറ്റു 10⁻²നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗം 18/100 എന്ന്. 18/100 എന്ന് പറഞ്ഞാൽ 0.18. അങ്ങനെ അങ്ങ് ചെയ്യുന്ന നല്ലത്. സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എക്സും എയും സെയിം ആയിട്ട് എടുത്തോണം, ഒരെണ്ണേ തരത്തുള്ളൂ. എ ആയിരിക്കും തരുന്നതെങ്കിലും എക്സ് ആണ് തരുന്നതെങ്കിലും നിങ്ങൾ 18 സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ടും 18 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 10⁻² മീറ്റർ എന്ന് പറഞ്ഞാൽ 0.18 മീറ്റർ. കാരണം അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരും. ഒരു 2 ഇൻറ്റു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.18 ദി സ്ക്വയർ പ്ലസ് 0.18 സ്ക്വയർ ദി ഓൾ റേസ് ടു 3/2. അല്ലെങ്കിൽ ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻² ദി ഓൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയി, കുറച്ചുകൂടെ ചെയ്യാൻ പാടാവും. ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പാടാവും. ഒരു ബി ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു 120 ഇൻറ്റു 3 ഇൻറ്റു 0.18 ദി ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇതെല്ലാം ചെയ്യുമ്പം റേസ് ടു 3/2നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 1/2 ഇൻറ്റു 3. 1/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂട്ട് എടുക്കണം, എന്നിട്ട് അതിൻ്റെ ക്യൂബ് കാണണം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ടീച്ചർമാർ ഭയങ്കര നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റാത്തത്. അന്നേരം ബി ഈസിക്കൽ 4.8 ഇൻറ്റു 10⁻⁴ ടെസ്ല കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. നിങ്ങൾ ഓണാക്കി ഓഫാക്കി ഇതെല്ലാം ചെയ്ത് നമ്മൾ തന്നെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യണം. അല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ കിടന്ന് വിറയ്ക്കും. അന്നേരം അങ്ങനെയുള്ള വിറ മാറ്റാൻ വേണ്ടി കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിനകത്ത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എങ്ങനെ സിമ്പിളായി യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോയും ഗിരീഷ് ഫിസിക്സിനകത്ത് കിടപ്പുണ്ട്. നല്ലപോലെ കുട്ടികൾ കണ്ടു പഠിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, അടുത്തത് എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.50 മീറ്റർ has 4 layers of binding, 350 turns each. Radius of lower layer is 1.5 centimeter and carries a current of 6 ampere. Estimate the magnetic field. 3 കേസ് ആണ്. നിയർ ദി സെന്റർ ഓഫ് ദി സോളിനോയിഡ് കണ്ടുപിടിക്കണം, നിയർ ദി എൻസ് കണ്ടുപിടിക്കണം, ഔട്ട്സൈഡ് ദി സോളിനോയിഡ് കണ്ടുപിടിക്കണം. 3 മാർക്ക് കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാം. ഇതേത് ആപ്ലിക്കേഷൻ ആണെന്ന് ഓർത്തോണം, ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. ഇത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം ആണ് കേട്ടോ, അത് വെച്ച് ചെയ്യാനുള്ള. അന്നേരം ലെങ്ത് തന്നിട്ടുണ്ട്, എല്ല് തന്നിട്ടുണ്ട്, സ്മോൾ എൽ ആണ് 0.50 മീറ്റർ. എന്ന് തന്നിട്ടുണ്ട് 4 layers ഓഫ് വൈൻഡിങ് എന്ന. 1 layer ഓഫ് വൈൻഡിങ് ആണെങ്കിൽ 4 layers ഓഫ് വൈൻഡിങ് 350 turns each. 1 layer ഓഫ് വൈൻഡിങ് 350 turns ആണെങ്കിൽ 1 ഇൻറ്റു 350. 2 layer ആണെങ്കിൽ 2 ഇൻറ്റു 350. 3 layer ആണെങ്കിൽ 3 ഇൻറ്റു 350. 4 layer ആണെങ്കിൽ 4 ഇൻറ്റു 350. 4 ഇൻറ്റു 350 എന്ന് പറയുന്നതാണ് 1400, 1400. പിന്നെ കറണ്ട് തന്നിട്ടുണ്ട് I is equal to 6 ആംപിയർ. നമുക്ക് ആദ്യത്തെ എന്താണ്, സെൻറ്റർ ഓഫ് ദി സോളിനോയിഡിന്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഓർത്ത് വെച്ചോണേ. സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ് ആണെങ്കിൽ B is equal to μ0 Ni. ഇവിടെ എല്ലാം ഒരു സൈഡ് നിങ്ങൾ B കൊടുക്കണേ മക്കളെ. B is equal to μ0ക്ക് പകരം എന്ത് കൊടുക്കാം, 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു സ്മോൾ എൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. സ്മോൾ എൻ കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ N/L. സ്മോൾ എൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N തന്നിട്ടുണ്ട് 1400 ബൈ L എന്ന് പറയുന്നത് 0.50. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ് ഉത്തരം. 2.1 ഇൻറ്റു 10⁻⁻² ടെസ്ലയാണേ, അത് കിട്ടും.
2.1 ഇൻറ്റു 10⁻⁻² ടെസ്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് നിയർ ദി എൻസ് എന്നാണ്. നിയർ ദി എൻസ് ആണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഇക്വേഷൻ ആണ്. സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ് ആണെങ്കിൽ B = μ0 ni. നിയർ ദി എൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്തില്ല μ0 ni/2 ഈ ഇക്വേഷൻ ആണ്. ഔട്ട്സൈഡ് ദി സോളിനോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട, മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. B = 0. അന്നേരം നിയർ ദി എൻസ് ആണെങ്കിൽ B = μ0 ni/2. അന്നേരം B = μ0 ni എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എത്ര? 2.1 ഇൻറ്റു അതല്ലേ 2.1 ഇൻറ്റു 10⁻⁻² /2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി, ഈ ഉത്തരത്തിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ 2.1ൻ്റെ പകുതി എത്ര ആടെ? 2ൻ്റെ പകുതി 1 അല്ലേ? 2.1ൻ്റെ 1.05 ഇൻറ്റു 10⁻⁻² ടെസ്ല. ഔട്ട്സൈഡ് ദി സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. B = 0. ഇതെല്ലാം ചെയ്ത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇക്വേഷൻസ് എല്ലാം ഇവിടെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഓരോന്നും വളരെ സിമ്പിൾ ആയിരിക്കും. വളരെ വളരെ സിമ്പിൾ. എ ഗാൽനോമീറ്റർ വിൽ ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ്. കൺവേർഷൻ ഓഫ് ഇതിൻ്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, അതുപോലെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. ഇത് 2 നിങ്ങൾ പഠിച്ചോണം നല്ലപോലെ. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററും. ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഗാൽവനോമീറ്റർ വിൽ ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 12 ohm ആണ്. ആൻഡ് ദി മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്റർ ഷോ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 mA. കറണ്ട് തന്നിട്ടുണ്ട് 3 mA. ഹൗ വിൽ യു കൺവേർട്ട് ദിസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ഇൻറ്റു എ വോൾട്ട് മീറ്റർ ഓഫ് റേഞ്ച് 0 to 18 volt. ഇവിടെ 0 to 5 volt എന്ന് പറഞ്ഞാൽ V = 5 volt. 0 to 10 volt എന്ന് പറഞ്ഞാൽ V = 10 volt. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നത് നോക്കാം. 0 to 18 volt ആണെങ്കിൽ V = 18 volt. ക്ലിയർ ആയേ? G എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 ohm ആണ്. ഗാൽവനോമീറ്റർ കറണ്ട് തന്നിട്ടുണ്ട് IG 3 mA ആണ്. മില്ലിയാമ്പിയറിനെ ആംബിയർ ആക്കുമ്പോൾ 3 × 10⁻³ ആംബിയർ. ഇനി R = ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. V/IG - G. ഇതൊക്കെ ഓർത്ത് വെച്ചോണം പ്രോബ്ലം ആയിട്ട്. R = V/IG - G. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിക്കോണേ, R = ചെയ്ത് കാണിക്കുക ഒരു പ്രോബ്ലം. Vക്ക് പകരം എന്ത് കൊടുക്കുക? അവിടെ 18/IGക്ക് പകരം 3 × 10⁻³ മൈനസ് Gക്ക് പകരം 12. സിമ്പിൾ. R = 18/3 6. 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻³ -12. R = 6 × 10⁻³ 10⁻1 10, 10⁻2 100, 10⁻3 1000, 6 × 1000 6000 -12. R = 5988. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ദാണ്ടത് ഇങ്ങനെ വേണം ചെയ്യാൻ. അന്നേരം ഈ ഇക്വേഷൻ മറക്കല്ലേ മക്കളെ. ഇതിനാണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. ക്ലിയർ ആയേ? അടുത്ത എ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 15 ohm and the meter will show full scale deflection on a current of 4 mA. How will you convert the meter into an ammeter? ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കണം കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ഓഫ് റേഞ്ച് 0 to 6 ആംബിയർ. 0 to 6 ആംബിയർ, അതായത് കറണ്ട് ആണ് I. 0 to 6 ആംബിയർ എന്ന് പറഞ്ഞാൽ I = 6 ആംബിയർ. ക്ലിയർ ആണോ? അന്നേരം തന്നിരിക്കുന്നതൊക്കെ നമുക്ക് എഴുതാം. G 15 ohm ആണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. IG 4 mA ആണ്. അതിനെ നമുക്ക് 4 × 10⁻³ ആംബിയർ എന്ന് എഴുതാം. കറണ്ട് I 6 ആംബിയർ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. കാരണം 0 to 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതാണ് ഇക്വേഷൻ, മറക്കല്ലേ. IGG = ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഇക്വേഷൻ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഇത്തിരി മെനക്കേടാണ് ആ ഇക്വേഷൻ ഒക്കെ പഠിച്ചു പോകാൻ. പക്ഷെ ഇത് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പഠിച്ചോണം കേട്ടോ മക്കളെ. IGG = I - IG × S. അതിൽ നിന്ന് S കണ്ടുപിടിക്കണം. IGG/I - IG.
എസ് ഈസ് ഈക്വൽ ടു ഐ ജിക്ക് പകരം എന്ത് കൊടുക്കാം 4 × 10⁻³ ഇൻറ്റു ജിക്ക് പകരം 15 ബൈ ഐ മൈനസ് ഐ ജി. ഐ എന്ന് പറയുന്നത് 6 മൈനസ് ഐ ജി എന്ന് പറയുന്നത് 4 × 10⁻³ അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം താണ്ട ഇതെല്ലാം ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 0.01. എസ് എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. ഷണ്ട് റെസിസ്റ്റൻസിന്റെ യൂണിറ്റും ഓം ആണ്. റെസിസ്റ്റൻസ് എന്തായാലും അതിന്റെ യൂണിറ്റ് എന്താണ്? ഓം. യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇത് കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ഇച്ചിരി പുറകിലോട്ട് പോവാണ്. അതെ, നിങ്ങൾ മൂവിങ് കോയിൽ ഗാലനോമീറ്റർ എന്ന് പറഞ്ഞ് ബയോട്സ് നമ്മുടെ മാഗ്നറ്റിക് എഫക്ട്സിനകത്ത് പഠിക്കുന്ന ഒരു എസ്സേ ഉണ്ട്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അതിൻ്റെ ഒരു പ്രോബ്ലം ഗാൽവനോമീറ്റർ. ഓക്കെ, ലെറ്റ്സ് ഗോ. വലിയ ക്വസ്റ്റ്യൻ ഇത് നോക്കിക്കോണം. ഇതൊക്കെ വലിയ ക്വസ്റ്റ്യനാണ്, പക്ഷെ ചെയ്യാൻ എളുപ്പമാണ്. എ റെക്ടാംഗിൾ കോയിൽ ഓഫ് ഏരിയ തന്നിട്ടുണ്ട് 5 × 10⁻⁴ മീറ്റർ സ്ക്വയർ ആൻഡ് 60 ടേൺസ് ആണ്, ട്രാൻസ് അല്ല ടേൺസ്, ഈസ് പിവോട്ടഡ് അല്ലെങ്കിൽ പിവട്ടഡ് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ സൈഡ്സ്. ദി കോയിൽ ഈസ് ഇൻ റേഡിയൽ ഹൊറിസോണ്ടൽ ഫീൽഡ് ഓഫ് 90 ഗോസ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 90 ഗോസ് ആണ്. വാട്ട് ഈസ് ഇതാണ് അറിഞ്ഞിരിക്കും. ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് എയർ സ്പ്രിംഗ് കണക്റ്റഡ് ടു ദി കോയിൽ ഇഫ് ദി കറന്റ് ഓഫ് 0.20 മില്ലി ആംപിയർ പ്രൊഡ്യൂസസ് ആൻ ആംഗുലർ ഡിഫ്ലക്ഷൻ ഓഫ് 18 ഡിഗ്രി. തന്നേക്കുന്ന ഡേറ്റ എല്ലാം എഴുതാം. എ ക്യാപിറ്റൽ എ 5 × 10⁻⁴ മീറ്റർ സ്ക്വയർ. എൻ 60 ടേൺസ്. ബി മാഗ്നറ്റിക് ഫീൽഡ് 90 ഗോസ്. ഇവിടെ 1 ടെസ്ല എന്ന് പറഞ്ഞാൽ 10⁻⁴ ഗോസാണ്. അങ്ങനെയാണ് തിരിച്ച് 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁴ ടെസ്ലയാണ്. അന്നേരം ബി ഈസ് 90 ഗോസ്. ബി ഈസ് ഈക്വൽ ടു 90 × 10⁻⁴ ടെസ്ല. ഐ എന്ന് പറഞ്ഞാൽ 0.20 നോക്കി മില്ലി ആംപിയർ. മില്ലി ആംപിയറിനെ ആംപിയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 0.20 × 10⁻³ ആംപിയർ. ഇനി ഈ ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും അല്ലെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സി ആണ് എപ്പോഴും. ഇത് അതിനകത്ത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് NIAB = C⁻. നമുക്ക് സി എൽ കണ്ടുപിടിക്കേണ്ടത്, ലെറ്റർ കണ്ടുപിടിക്കാനാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. C = NIAB/θ. C = എന്നിന് പകരം 60, ഐക്ക് പകരം 0.20 × 10⁻³ ഇനി എക്ക് പകരം 5 × 10⁻⁴, ബിക്ക് പകരം 90 × 10⁻⁴/18 കൊടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കിട്ടും. T = 3 × 10⁻⁹. ഇനി NIAB എന്ന് പറഞ്ഞാൽ ടോയാണ്. ടോ = NIAB. ടോയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ ബൈ തീറ്റയുടെ യൂണിറ്റ് ആണ് ഡിഗ്രി. അതുകൊണ്ടാണ് നമുക്ക് എന്തോ യൂണിറ്റ് വന്നേ ന്യൂട്ടൺ മീറ്റർ. ഇങ്ങനെ എഴുതിയാൽ മതി. N സ്മോൾ m ആണ് ബൈ ഡിഗ്രി. കണ്ടാ, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ. അന്നേരം ഇതുപോലെ പ്രോബ്ലംസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് പോകാം. അന്നേരം ഇച്ചിരി മെനക്കെട്ട് ഇതിൻ്റെ കൂട്ടത്തിലിരിക്കണം പ്രോബ്ലംസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ഏരിയ 100 cm². ഇവിടെ ശ്രദ്ധിച്ചോണേ. ആൻഡ് സെപ്പറേഷൻ 5 millimeter. A potential difference of 300 volt is established between its plates by a battery. Calculate the capacitance and charge on a capacitor. A മാത്രം ചെയ്താൽ മതി, ബി വേണമെന്നില്ല. എ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കണം. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ മക്കളെ 2 ഇക്വേഷൻ ഉള്ളത്. ഒന്ന് C = ε0 A/d. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ C = ε0 Ka/d. ഈ 2 ഇക്വേഷൻ നന്നായിട്ട് നിങ്ങൾ പഠിച്ചോണം. ഇത് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം എ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആയിട്ട് എഴുതുക. 100 cm² ആണ്. അതിനെ മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ സെന്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ 10⁻². മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ 100 × 10⁻⁴ മീറ്റർ സ്ക്വയർ. ഇനി ε0യുടെ വാല്യൂ 8.85 × 10⁻12. പിന്നെ ഡി തന്നിട്ടുണ്ട് 5 millimeter. 5 millimeter മീറ്റർ ആക്കണമെങ്കിൽ 5 × 10⁻³ മീറ്റർ. വി 300 വോൾട്ട്. അന്നേരം സി കണ്ടുപിടിച്ചേ ε0 A/d. വളരെ സിമ്പിൾ ആണ്. C =
എപ്സിലോൺ സീറോയ്ക്ക് പകരം 8.85 ഇൻറ്റു 10⁻12 ഇൻറ്റു എയ്ക്ക് പകരം 100 ഇൻറ്റു 10⁻4 ബൈ ഡിക്ക് പകരം 5 ഇൻറ്റു 10⁻3. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നാണ്ടിതായിരിക്കും. അത്രയും എത്ര ആണോ നിങ്ങൾ ചെയ്ത് നോക്കുക, അത്രയും കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്, എഫ്. ഇനി രണ്ടാമത്തെ കപ്പാസിറ്റൻസ് ആൻഡ് ചാർജ് ഓൺ എ കപ്പാസിറ്റർ കണ്ടുപിടിക്കണം. ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q is equal to CV ആണ്. Q is equal to C ഇതാണെന്ന് വിചാരിക്കുക, 177 ഇൻറ്റു 10⁻3 ഇൻറ്റു വിക്ക് പകരം 300. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരവായിരിക്കും Q is equal to അത്രയും ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന കൂളംബ്. അന്നേരം ഓർത്തോണം, കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ എപ്സിലോൺ സീറോ എ ബൈ ഡിയും, ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കപ്പാസിറ്റൻസും വോൾട്ടേജും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ Q is equal to CV. ഇതറിയാമെങ്കിൽ നാണ്ട് ഈ പ്രോബ്ലം എളുപ്പമാണ്. ഇതും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 capacitors having 16 microfarad. മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതാണ് മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 10⁻1 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 10⁻6 ഫാരഡ് ആണ്. ആൻഡ് 4 microfarads ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് 120 വോൾട്ട് സപ്ലൈ. അതാണ്ട് പടമൊക്കെ തോന്നിട്ടുണ്ട്. ചിലപ്പോൾ പടം വരയ്ക്കാൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വരയ്ക്കണം. സീരീസ് ആണെങ്കിൽ എങ്ങനെ വരയ്ക്കുന്നതാണ്ട് ഇങ്ങനെ 2 കപ്പാസിറ്റർ വരച്ചു, എന്നിട്ട് അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തു. ആദ്യത്തത് ആണെങ്കിൽ C1ഉം രണ്ടാമത്തത് C2ഉം, ആദ്യത്തത് 16ഉം 6ഉം 4ഉം 6ഉം 4ഉം ആണേ. അന്നേരം 6 മൈക്രോഫാരഡ് അതും കൊടുക്കുക, 4 മൈക്രോഫാരഡ് അതും കൊടുക്കുക, 120. ഇതാണ് ഈ പടം കണ്ടോ. ഫൈൻഡ് ദി ഈക്വലന്റ് കപ്പാസിറ്റൻസ്. ഈക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 1/C is equal to 1/C1 plus 1/C2. C1ഉം C2ഉം 6ഉം 4ഉം. അന്നേരം 1/C is equal to 1/6 plus 1/4. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കിട്ടുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. C is equal to 24/10 എന്ന് കിട്ടും ലാസ്റ്റ്. 24/10 എന്ന് പറഞ്ഞാൽ C is equal to 2.4 ഫാരഡ് ആണ് കേട്ടോ. 2.4 ഫാരഡ്. ഇങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഈക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പലരും തെറ്റിക്കുന്നത് 1/C ചെയ്തു വെക്കും. 1/C അല്ല ചെയ്യേണ്ടേ, C ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/C ഇപ്പം 4/2 ആണെങ്കിൽ C എന്ന് പറഞ്ഞാൽ 2/4 ആണ്. അത് ഓർത്തോണം. അന്നേരം അങ്ങനെ നമുക്ക് കിട്ടും. അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഫൈൻഡ് ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q is equal to CV. Q is equal to Cക്ക് പകരം 2.4 ഇൻറ്റു V എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്തുണ്ട് 120 വോൾട്ട് ഉണ്ടോ. അന്നേരം 2.4 ഇൻറ്റു 120 എന്നിട്ട് പറഞ്ഞാൽ Q is equal to 288 കൂളം. ഓക്കെ, അന്നേരം ചാർജ് ആയി. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആവും. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദി ബാറ്ററി ഇൻ ചാർജിങ് ദി അറേഞ്ച്മെന്റ്. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വർക്കും എനർജിയും സെയിം ആണ്. അന്നേരം വർക്കിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ W is equal to half CV². W is equal to half ഇൻറ്റു സിക്ക് പകരം 2.4 ഇൻറ്റു V² പകരം V എന്ന് പറഞ്ഞാൽ എത്ര 120 ആണ്. V² എന്ന് പറഞ്ഞാൽ 120 ദി ഹോൾ സ്ക്വയർ. അന്നേരം W is equal to half ഇൻറ്റു 2.4 ഇൻറ്റു 120² എന്ന് പറഞ്ഞാൽ 120 ഇൻറ്റു 120 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 17280. അതൊക്കെ ചെയ്ത് നോക്കണേ. വർക്കിന്റെ യൂണിറ്റ് ആണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ജൂൾ. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ വയർ ഈസ് ബെൻഡ് ഇൻ എ സർക്കിൾ. ഒരു വയർ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ സർക്കിളിന്റെ രൂപത്തിൽ ബെൻഡ് ചെയ്തെടുത്തു. ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഗിവൺ എ ചാർജ് ഓഫ് 250 മൈക്രോകുളം ആണ്. മൈക്രോകുളം വിച്ച് സ്പ്രെഡ് ഓൺ ഇറ്റ് യൂണിഫോംലി. വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദി സെന്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ്, ഓർത്ത് പഠിച്ചോണം. V is equal to 1/4πε0 Q/R. എപ്പോഴും ഓർത്തോണം 1/4πε0യുടെ വാല്യൂ 1/4 ഇൻറ്റു പൈക്ക് 3.14 ε0ക്ക് 8.85 ഇൻറ്റു 10⁻12 എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 9 ഇൻറ്റു 10⁻9 കേട്ടോ. ഇത് മറക്കല്ലേ. 1/4πε0ക്ക് വരെ നമ്മൾ കൊടുക്കുന്നത് എത്ര 9 ഇൻറ്റു 10⁻9. ഓക്കെ, Q തന്നിട്ടുണ്ട് 250 മൈക്രോകുളമ്പാണ്. മൈക്രോകുളമ്പിനെ കുളമ്പാക്കുമ്പോൾ
250 ഇൻറ്റു 10⁻⁻6 കുളം. റേഡിയസ് തന്നിട്ടുണ്ട് സ്മോൾ ആർ ആക്കുക 10 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10 ഇൻറ്റു 10⁻²2 മീറ്റർ. ഇനി വി ഇസ് ഈക്വൽ ടു 1/4πε0ക്ക് പകരം 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ക്യൂവിന് പകരം 250 ഇൻറ്റു 10⁻6 ബൈ ആറിന് പകരം 10 ഇൻറ്റു 10⁻2. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾ ചെയ്ത് നോക്കുക. 225 ഇൻറ്റു 10⁵ വോൾട്ട്. ഇത് ചെയ്ത് നോക്കണം. ഫൈനൽ ഉത്തരം കറക്റ്റ് ആണോ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ മറക്കരുത്. വി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ളത് 1/4πε0 Q/R. അതുപോലെ മറക്കരുത് 1/4πε0യുടെ വാല്യൂ 9 ഇൻറ്റു 10⁻9 ആണ്. The instantaneous current from an AC source is given by 5 sin 314t. And ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. And is given by E is equal to പിന്നെ വേണ്ട repeated 5 sin 314t. What is the RMS value of current? RMS value of current എന്നുള്ള ഇക്വേഷൻ ആണ് I is equal to I0/√2. അതുകൊണ്ട് ഇത് I is equal to ഈ ഫോമിൽ ഇത് കിടക്കുന്നത് I0 sin ωt. I is equal to 5 sin 314t. I0ക്ക് പകരം നമുക്ക് കൊടുക്കാമല്ലോ, എന്ത് കൊടുക്കാം? 5 ആംപിയർ എന്ന് കൊടുക്കാം. എന്നിട്ട് നോക്കി IRMS കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഇക്വേഷൻ? IRMS is equal to I0/√2. IRMS is equal to 5/√2. IRMS is equal to 5/√2 എന്ന് പറഞ്ഞാൽ 3.52 ആംപിയർ. എന്ത് എളുപ്പമാണെന്ന് നോക്കി. അന്നേരം ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ I05 ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒരു IRMS എന്ന് പറയുന്നത് 5/√2 ആണ് എന്ന് പറഞ്ഞാൽ 3.52 ആംപിയർ ആണ്. ഓക്കെ, അടുത്തത് AC-ക്കകത്തെയാണ്. A pure inductor of 25 millihenry is connected to a source of 220 volts. Find the inductive reactance in this circuit if the frequency of the source is 50 Hz. തന്നിരിക്കുന്നതൊക്കെ എഴുതാം. ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 25 മില്ലി ഹെൻറി ആണ്. മില്ലി ഹെൻറി ഹെൻറി ആക്കുമ്പം 25 ഇൻറ്റു 10⁻³ ഹെൻറി. ഇനി താണ്ടെ വി തന്നിട്ടുണ്ട് 220 വോൾട്ട്. ഫ്രീക്വൻസി എഫ് തന്നിട്ടുണ്ട് 50 Hz. പിന്നെ ഇതാണ്ടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസ് എപ്പോഴും ഡിനോട്ട് ലെറ്റർ എക്സ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ XL ആണ് കേട്ടോ. അന്നേരം XL ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ് 2πfL. 2πfL 2 ഇൻറ്റു പൈക്ക് പകരം 3.14 ഇൻറ്റു എഫിന് പകരം 50 ഇൻറ്റു എച്ചിന് പകരം 25 ഇൻറ്റു 10⁻³ നമുക്ക് കിട്ടുന്ന ഉത്തരം 7.85 ഓം. റിയാക്റ്റൻസിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഒക്കെ ഓം ആണ് കേട്ടോ. XL ഈസ് ഈക്വൽ ടു ഇത് കിട്ടും. ഓക്കെ, അടുത്തത് AC-യുടെ തന്നെയാണ്. ഡിറ്റർമിൻ ദി ഇംപിഡൻസ് ഓഫ് ആൻ AC LCR സർക്യൂട്ട് ഇഫ് ദി റിയാക്റ്റൻസ് ഓഫ് C ആൻഡ് I are 250 ohm and 220 ohm respectively. R is equal to 40 ohm. ഡിറ്റർമിൻ ദി ഇംപിഡൻസ് ആണ് കണ്ടുപിടിക്കട്ടെ. റിയാക്റ്റൻസ് ഓഫ് C ആൻഡ് L R. C ആൻഡ് L. C ആൻഡ് L എന്ന് പറഞ്ഞാൽ XC എന്ന് പറയുന്നതാ 250 ohm. XL എന്ന് പറയുന്നതാ 220 ohm. R 40 ohm. Z is equal to കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ root of R² plus XL minus XC whole square. Z is equal root of എല്ലാത്തിൻ്റെ വാല്യൂ ഉണ്ട്. 40² plus 220 minus 250 whole square. Z is equal to 40യുടെ സ്ക്വയർ 1600 plus 900 എന്ന് പറഞ്ഞാൽ root of 2500 എന്ന് പറഞ്ഞാൽ 50 ohm എന്ന് കിട്ടും കേട്ടോ. അന്നേരം Z എന്ന് പറഞ്ഞാൽ ഇംപിഡൻസാണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെ. അന്നേരം അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെ? ഓം ആണ്. അന്നേരം ഈ ഇക്വേഷൻ മറക്കല്ലേ. Z is equal to root of R² plus XL minus XC whole square. ഇത്രയും ഓക്കെ ആണേ. AC-യുടെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചാൽ നമ്മൾ ചെയ്യാതെ പോകും, പക്ഷെ എളുപ്പമുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് കേട്ടോ. അടുത്തതും AC-യുടെ തന്നെ പ്രോബ്ലം ആണേ. എ റെസിസ്റ്റൻസ് ഓഫ് 2 ohm, a coil of inductance 0.01 H are connected in series with a capacitor and a 200 volt 50 Hz supply.
Calculate the capacitance of the capacitors of the circuit. So the circuit is at resonance. So the circuit is at resonance. ഈ റെസണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ഇതാണ്. F is equal to 1/2 pi root LC. ഓർത്തോണം, റെസണന്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ആണ് F is equal to 1/2 pi root LC. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് സി ആ കണ്ടുപിടിക്കേണ്ടത്. അന്നേരം ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്യാം രണ്ട് സൈഡിൽ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. എഫിനെ സ്ക്വയർ ചെയ്താൽ എഫ് സ്ക്വയർ എന്ന് വരുമല്ലോ. 1നെ സ്ക്വയർ ചെയ്താൽ 1, 2നെ സ്ക്വയർ ചെയ്താൽ 4, പൈയെ സ്ക്വയർ ചെയ്താൽ പൈ സ്ക്വയർ, റൂട്ട് എൽ സിയെ സ്ക്വയർ ചെയ്താൽ റൂട്ട് അങ്ങ് പോകും, ബാക്കി എൽ സി. അതുകൊണ്ടാണ് എഫ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 1/2 പൈ സ്ക്വയർ 1/4 ആണ്, 4 പൈ സ്ക്വയർ എൽ സി. അതിൽ നിന്ന് സി കണ്ടുപിടിക്കാം 1/4 പൈ സ്ക്വയർ എൽ എഫ് സ്ക്വയർ. എൽ തന്നിട്ടുണ്ട് 0.01, എഫ് തന്നിട്ടുണ്ട് 50 ഹെർട്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ഇസിക്കൽ 1/4 ഇൻറ്റു പൈ സ്ക്വയറിന് വരും 3.14 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 0.01 ഇൻറ്റു 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി ഇസിക്കൽ ടു 1.01 ഇൻറ്റു 10⁻³ യൂണിറ്റ് എപ്പോഴും ഓർത്തോണം കപ്പാസിറ്റൻസിൻ്റെ ഫാരഡ് ആണ് കേട്ടോ. എന്നിട്ട് ഈ ഇക്വേഷൻ ഓർത്തോണം. റെസൊണന്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ എന്തോ എഫ് ഇസിക്കൽ ടു 1/2 പൈ റൂട്ട് എൽ സി. എന്നിട്ട് ഇങ്ങനെയുള്ള വാക്കുകളിൽ നിന്നാണ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. റെസൊണൻസ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അത് റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. അങ്ങനെയുള്ളത് മനസ്സിലാക്കാൻ ഉള്ളൊരു ധാരണ നമുക്ക് വേണം. ഓക്കെ, അടുത്ത് ഇതുപോലെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 ഡിഗ്രി എക്സ്പീരിയൻസസ് എ ടോർക്ക് ഓഫ് 0.016 ന്യൂട്ടൺ മീറ്റർ in an external field of 800 Gauss. What is the magnetic moment of the magnet? അന്നേരം തന്നിരിക്കുന്നത് ഷോർട്ട് ബാർ മാഗ്നറ്റ് ഒക്കെ തന്നെ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. നിങ്ങൾ ഓർത്തോണേ, ഈ ടോർക്ക് എന്ന് പറയുന്നൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് പ്ലസ് 2 പഠിക്കാനുള്ളൂ. ഒന്ന് ടോ ഈസിക്കൽ ടു പി സൈൻ തീറ്റ, രണ്ട് ടോ ഈസിക്കൽ ടു എം ബി സൈൻ തീറ്റ. പി ഡൈപോൾ മൊമെന്റും എം മാഗ്നറ്റിക് മൊമെന്റും, ഇത് രണ്ടും ഓർത്ത് വെച്ചോക്കണേ മക്കളെ. ടോ ഈസിക്കൽ ടു പി സൈൻ തീറ്റയും ടോ ഈസിക്കൽ ടു എം ബി സൈൻ തീറ്റ. ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, അതൊരു ഈക്വേഷൻ ആണല്ലോ. എന്നിട്ട് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. തീറ്റ 30 ഡിഗ്രി, ടോ 0.016 ന്യൂട്ടൺ മീറ്റർ, ബി 800 ഗോസ്, ഗോസിനെ ടെസ്ല ആക്കണം, 800 × 10⁻⁴ ടെസ്ല. മാഗ്നറ്റിക് മൊമെന്റ് എം കണ്ടുപിടിക്കുക. ടോ ഈസിക്കൽ ടു എം ബി സൈൻ തീറ്റ, അതിൽ നിന്ന് എം ഈസിക്കൽ ടോ ബൈ ബി സൈൻ തീറ്റ. എം ഈസിക്കൽ ടു ടോയ്ക്ക് പകരം 0.016 ബൈ ബിക്ക് പകരം 800 × 10⁻⁴ ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അന്നേരം നമുക്ക് ലാസ്റ്റ് ഉത്തരം കിട്ടുന്നത് 0.4 യൂണിറ്റ് ആംബിയർ മീറ്റർ സ്ക്വയർ. ഇത് ഓർത്തിരിക്കണം, യൂണിറ്റ്. ഈക്വേഷൻ മറക്കരുത്. ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ എഴുതി നോക്കണം കേട്ടോ. അടുത്തതും പബ്ലിക് എക്സാമിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നാണ്. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി വിത്ത് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി 3 × 10⁸ ന്യൂട്ടൺ പെർ കുളം ആൻഡ് ടോർക്ക് ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 × 10⁻⁵ ന്യൂട്ടൺ മീറ്റർ. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഫൈൻഡ് ദി ഡൈപോൾ മൊമെന്റ് ഓഫ് ദി ഡൈപോൾ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഡൈപോൾ മൊമെന്റും കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ്. തന്നിരിക്കുന്ന എല്ലാം എഴുതാം. തീറ്റ 30 ഡിഗ്രി, 80 ഡിഗ്രി അല്ല 30 ഡിഗ്രി ആണേ. ലെങ്ത് എൽ ഈസിക്കൽ ടു 10 സെന്റിമീറ്റർ, അതിനെ 10 × 10⁻⁻² മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസിക്കൽ 3 × 10⁵ ആയിരിക്കാം, 3 × 10⁵ എന്നായിരിക്കും കേട്ടോ, ന്യൂട്ടൺ പെർ കുളം. ആൻഡ് ടോർക്ക് 5 × 10⁻⁵ ന്യൂട്ടൺ മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഡൈപോൾ മൊമെന്റ് ടോ ഈസിക്കൽ ടു പി സൈൻ തീറ്റ ആണ്. അതിൽ നിന്ന് ഡൈപോൾ മൊമെന്റ് അല്ലേ, പി ഈസിക്കൽ ടു ടോ ബൈ ഇ സൈൻ തീറ്റ. ടോ ബൈ ഇ സൈൻ തീറ്റ 5 × 10⁻⁵ ബൈ 3 × 10⁵ ഇൻറ്റു സൈൻ 30 എന്ന് പറയുന്നതാണ്. സൈൻ 30 എന്ന് പറയുന്നതാണ് മക്കളെ 0.5 കേട്ടോ, തെറ്റിപ്പോരുതേ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവാണ് പി ഈസിക്കൽ 3.3 × 10⁻⁻10
കുളമ്പ് മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. അതിൽ നിന്ന് നമ്മൾ ചാർജ് കണ്ടുപിടിക്കണം. ആണ്ടേ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് P = 2LQ. അതിൽ നിന്ന് Q = P/2L. Q = 3.33 × 10⁻⁻10 by 12 വരെ 10 × 10⁻². ഉത്തരം കിട്ടുന്നത് Q = 0.33 × 10⁻8 ചാർജിൻ്റെ യൂണിറ്റ് കൂടാം. ഈ ക്വസ്റ്റ്യൻ വേണ്ട, ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് ഗോസസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോംലി ചാർജ് കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് ഡയമീറ്റർ 2.4 meter ഹാസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി. എപ്പോഴും ഓർത്തോണേ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിനോട്ട് ലെറ്റർ സിഗ്മയാണ്, സ്മോൾ സിഗ്മ, ഓഫ് 80 μC/m². ഫൈൻഡ് ദി ചാർജ് ഓൺ ദി സ്ഫിയർ. ചാർജ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട് D 2.4 meter. ഓക്കെ, അന്നേരം അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ ഡേ. R = D/2. R = 2.4/2 എന്ന് പറഞ്ഞാൽ R = 1.2 meter. ചാർജ് കണ്ടുപിടിക്കാൻ ഈ ചാർജും സിഗ്മയായിട്ടുള്ള സിഗ്മ എന്ന് പറഞ്ഞാൽ എത്ര തന്നേക്കുന്നത് 80 μC/m² അല്ലേ. അന്നേരം സിഗ്മ തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. അന്നേരം Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇതാന്ന് ഓർത്തോണം. Q = 4πr² സിഗ്മ. ഓക്കെ, അന്നേരം Q = 4 × പൈക്ക് വരുന്ന 3.14 × r² വരെ 1.2 the whole square × 80 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1446.9 × 10⁻⁻6 കൂളംബ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എളുപ്പമാണ്. ഗോസ് തിയറിനകത്ത് മെയിൻ ഇക്വേഷൻ Phi = 1/ε0Q. Q ഇവിടെ കണ്ടുപിടിക്കുകയും ചെയ്തു. 1/ε0ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, 1/8.85 × 10⁻12 ഇങ്ങനെ എഴുതാൽ മതി, 1446.9 × 10⁻6. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ്. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 163 × 10⁻6. ഫൈയുടെ യൂണിറ്റ്, ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് N Cul/−1 m². ഇത് പലരും തെറ്റിക്കും. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തോണം. Q = 4πr² സിഗ്മ. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Phi = 1/ε0Q. ഇക്വേഷൻ ക്ലിയർ ആണ്. ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഒന്ന് കേട്ട് നോക്കിയാലും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് produces a field of 9 × 10⁻4 Newton/Coulomb at a distance of 2 cm. Calculate line of charge density. Line of charge density ഉദ്ദേശിക്കുന്നത് ലാംഡയാണ് കേട്ടോ. ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നുള്ളതാണ്. അന്നേരം ഈ തന്നിട്ടുണ്ട് 9 × 10⁻4 Newton/Coulomb. R തന്നിട്ടുണ്ട്, സ്മോൾ r ആണേ, 2 cm. 2 cm മീറ്റർ ആക്കുമ്പോൾ 2 × 10⁻2 meter. ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. E = ഗോസ് തിയറിനകത്ത് പഠിക്കുന്നതാണ്, λ/2πε0r. ഇന്ന് ലാംഡ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് λ = 2πε0r × E. എന്നാണ്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, r × E. λ = 2 × പൈക്ക് വരെ എന്ത് കൊടുക്കുക, അവിടെ 3.14 × ε0ക്ക് വരെ 8.85 × 10⁻12 × 2 × 10⁻². ഇക്ക് വരെ 9 × 10⁻4. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1000 × 10⁻10 Coulomb/meter. കാരണം λ = Q/L എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. Q എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് കൂളം, ബൈ ലെങ്ത്, L എന്ന് പറയുന്ന ലെങ്ത്, അതിന്റെ മീറ്റർ, അങ്ങനെ Coulomb/meter. ഇനി റയോപ്റ്റിക്സ് അത് 2-3 കിടുകാച്ചി പ്രോബ്ലം ഉണ്ട്. സ്ഥിരം ചോദിക്കുന്നത് മാത്രമാണ് ഈ ജയിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദി ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ എ മെറ്റീരിയൽ ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2? ക്രിറ്റിക്കൽ ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ ഇതാണ്, N = 1/sin c. അന്നേരം അതിൽ നിന്ന് നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. അന്നേരം sin c = 1/n അല്ലേ. n എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് √2. അന്നേരം sin c = 1/√2. sin c =
സി സൈൻ സി ഈസ് ഈക്വൽ ടു 1/√2 എന്ന് പറയുമ്പം സി എന്ന് പറയുന്നത് 45 ഡിഗ്രി. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ സി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. സി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇത് സ്ഥിരം ഇതുപോലെ തന്നെ ചോദിക്കൂടെ. ഈ റിലേഷൻ എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. എൻ ഈസ് ഈക്വൽ ടു 1/sin c. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിറ്റിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഓർത്തോണേ. ഇനി എ കാൻഡിൽ ഫ്ലെയിം ഈസ് ഹെൽഡ് 3 centimeter away from a concave mirror of radius of curvature 24 centimeter. Where is the image formed? What is the nature of the image? അന്നേരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കോൺകേവ് മിറർ ആണെങ്കിൽ എല്ലാം മൈനസ് ആണ്. യു ഈസ് ഈക്വൽ ടു മൈനസ് യു, വി ഈസ് ഈക്വൽ ടു മൈനസ് വി, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ്, ഇതെല്ലാം മൈനസ് ആണേ. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, യു തന്നിട്ടുണ്ട്, അത് -3 എന്ന് എഴുതണം, 3 സെന്റിമീറ്റർ. ആറ് തന്നിട്ടുണ്ട്, ആറും മൈനസ് ആണ്, -24 സെന്റിമീറ്റർ. ആർ ഈസ് ഈക്വൽ ടു 2f എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ആർ ഈസ് ഈക്വൽ ടു 2f. അതിന് എഫ് ഈസ് ഈക്വൽ ടു r/2. എഫ് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് -24/2, എഫ് ഈസ് ഈക്വൽ ടു -12 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമേജ് അല്ലേ, വി കണ്ടുപിടിക്കേണ്ടത്. അന്നേരം 1/u + 1/v ഈസ് ഈക്വൽ ടു 1/f. അതിൽ നിന്ന് 1/v ഈസ് ഈക്വൽ ടു 1/f - 1/u. എഫും യു ഒക്കെ നമുക്കുണ്ട്, എഫ് ഉണ്ട്, യു ഉണ്ട്. എഫ് താണ്ട് കിടക്കുന്നു, യു താണ്ട് കിടക്കുന്നു. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വിക്കുള്ള ഉത്തരം കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. വി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തോണം, -v/u ആണ്. അന്നേരം വി ചെയ്ത് നോക്കിക്കോണം, -4 സെന്റിമീറ്റർ കേട്ടോ, ചെയ്ത് നോക്കിക്കോണം നിങ്ങൾ. എം ഈസ് ഈക്വൽ ടു -v/u എന്ന് പറഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു -4/u പകരം നമുക്ക് -3 എന്ന് കൊടുക്കുന്നുണ്ട്, u -3. അന്നേരം -4/-3 എന്ന് പറഞ്ഞാൽ മൈനസും മൈനസും ക്യാൻസൽ ആയി, 4/3 എന്ന് പറയുമ്പോൾ 1.33. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. മാഗ്നിഫൈഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അന്നേരം ഈ പ്രോബ്ലം ചെയ്ത് പഠിച്ചോണം. ഇതൊക്കെ ഇതേപോലെ ചോദിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ചെറിയ ചെറിയ വാല്യൂവിൻ്റെ എന്തെങ്കിലും വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കോൺകേവ് മിറർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർത്തോണം. ഇതാണ് ഒരു 4 മാർക്കിനും അല്ലെങ്കിൽ 3 മാർക്കിനും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. എ റേ ഓഫ് ലൈറ്റ് സഫേഴ്സ് മിനിമം ഡീവിയേഷൻ വൈൽ പാസിംഗ് ത്രൂ എ പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആൻഡ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ 60 ഡിഗ്രി. കാൽക്കുലേറ്റ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. n 1.5 തന്നിട്ടുണ്ട്, എ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്, അത് d ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സ്മോൾ i ആണ്. i കണ്ടുപിടിക്കണം, d കണ്ടുപിടിക്കണം. മെയിൻ ഇക്വേഷൻ ഇതാണ്, n ഈസ് ഈക്വൽ ടു sin a + d/2 sin a/2. ഇതാണ്. എന്നിട്ട് നിങ്ങൾ n-ന് പകരം 1.5 ഈസ് ഈക്വൽ ടു sin a + d/2 വരെ 60 + d/2 ബൈ a 60 ആണല്ലോ, ബൈ a sin a/2 60/2. 1.5 ഈസ് ഈക്വൽ ടു sin 60 + d/2 ഇൻറ്റു d/2 ബൈ sin 60/2 എന്ന് പറഞ്ഞാൽ sin 30 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ, അന്നേരം ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 1.5 ഈസ് ഈക്വൽ ടു sin 60 + d/2. അതിൽ നിന്ന് നിങ്ങൾ d കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് d കിട്ടുന്ന ഉത്തരം താണ്ടി ഇതായിരിക്കും, 337.2 എന്ന് കിട്ടും. d ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുമ്പം d 37.2 എന്ന് കിട്ടും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ i ഈസ് ഈക്വൽ ടു a + d/2. i ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് 60ആണ്, d എന്ന് പറയുന്നത് 37.2/2. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ് താണ്ടേ, i ഈസ് ഈക്വൽ ടു 48. ഇത് രണ്ടും കൂടെ കൂട്ടണം, 60 + 37.2 എന്ന് പറയുമ്പം 97.2/2 എന്ന് പറഞ്ഞാൽ 48.6. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. n ഈസ് ഈക്വൽ ടു sin a + d/2 sin a/2. ഓക്കെ, അന്നേരം അത്യാവശ്യം ഒരു പരീക്ഷയ്ക്കുള്ള വെടിക്കെട്ടിനുള്ള ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. അത്യാവശ്യം പ്രോബ്ലംസ് എല്ലാ ചാപ്റ്ററിനും അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നോക്കുക, പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഉറപ്പായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
നല്ല മാർക്ക് കിട്ടും. 1, 2, 3, 4 വട്ടം നിങ്ങൾ പഠിച്ചു നോക്കിയാലും വളരെ കുറച്ച് സമയം 1, 2, 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇക്വേഷൻസും അടിപൊളിയായിട്ട് മനസ്സിലാകും. ഉറപ്പിക്കാം നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക. അടുത്ത ചെറിയ ചെറിയ നല്ല നല്ല വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വരും. വെയിറ്റ് ആൻഡ് സീ. Until then, never ever give up.